പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. കട്ടിയുള്ള കഞ്ഞിവെള്ളമുണ്ട്, തെളി ഊറ്റിയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തേക്കണം. ഞാനിതോടെ എടുത്തേക്കണത് തുലേഖരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കണത്. അരിച്ചെടുക്കണേ കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ പല പാടകളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യണേ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള അലുവയാണ് കേട്ടോ. ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യണുണ്ട്. അത് ഞാൻ അരിച്ചാണ് ഇതിലേക്ക് ഇടണത് കേട്ടോ. കട്ടകളൊക്കെ ഉടയും. നമ്മൾ അടപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ കട്ടകളൊക്കെ തനി ഉടഞ്ഞ് വയ്ക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇടുന്നു. മധുരം കൂടണതാണെങ്കിൽ കൂടുതലിടാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര. ഞാനിത് അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കാൻ പോവുകയാണ് കേട്ടോ. നന്നായിട്ട് കഞ്ഞിവെള്ള ഹലുവയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത്. അതിനുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഓണാക്കി ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കേട്ടോ. നല്ല കട്ടയായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കട്ടയായിട്ടുണ്ട്. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോകണം ഇതിലേക്ക്. ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ. ഹലുവ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ വെളിച്ചെണ്ണയോ നെയ്യോ പറ്റി വെക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് വിട്ട് പോരാൻ വേണ്ടി ഞാൻ പരത്തണത്. ചെയ്യാൻ വേണ്ടി ഞാൻ വെളുത്ത എള്ളാണ്ട് ഇവിടെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെതറണം. ഹൽവ വിട്ട് പോരാൻ വേണ്ടി ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പാത്രം എടുത്തേക്കുന്നത്. എനിക്ക് ഏത് ഷേപ്പിലുള്ള പാത്രമാണെങ്കിലും എടുക്കുക. ഇങ്ങനെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ കേട്ടോ. കുറേശ്ശെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. നെയ്യ് ഇടക്കിടക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അലുവയിൽ ഞാനിത്തിരി ഈ കളർ കിട്ടാൻ വേണ്ടി ഞാനിത്തിരി ഫുഡ് കളർ ഞാൻ ചേർക്കണേ കേട്ടോ. കുറച്ച് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നു. റെഡി ആയിക്കൊണ്ടിരിക്കണേ കേട്ടോ. വിട്ട് വിട്ട് പോരുന്ന രീതിയിൽ ആവണം. കുറച്ച് നമ്മുടെ ഈ പാനിൽ നിന്ന് വിട്ട് പോരുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. ചെറിയ ഇലക്കായ ചതച്ചിടണേ കേട്ടോ. നമ്മുടെ പഴയ രീതിയാണ് ഞാൻ ഈ ചെയ്യണത്, പൊടിയായിട്ടല്ല. സ്മെല്ലുണ്ട് കേട്ടോ ഇലക്കായയുടെ. പഴയ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. നന്നായിട്ട് വിട്ട് പോരണം കേട്ടോ. ഇതേപോലെ ആവണം. നമ്മളിങ്ങനെ പൊന്തിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ പോരുന്ന രീതിയിലായിരുന്നു. നന്നായിട്ട് വിട്ട് പോരണം. ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. ടീസ്പൂൺ എടുത്തിടാം. ഞാൻ ഈ ബബിൾസൊക്കെ മാറാൻ വേണ്ടി ഈ ടീസ്പൂൺ കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇത്തിരി എണ്ണ പറ്റി കൊടുക്കണേ കേട്ടോ. അല്ലെങ്കിൽ ഇത് പിടിക്കും. വെച്ചുള്ള അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ. ഞാനിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാൻ പോവേണ്ടത്. ഇത് കഞ്ഞോളം കൊണ്ടുണ്ടാക്കിയ അലുവയാണെന്ന് പറയില്ല. കണ്ട, അടിപൊളിയാണ് നമ്മളുടെ അലുവ. നോക്കിയേ,
കേട്ടാ നല്ല സൂപ്പറാണ് കേട്ടാ, അടിപൊളി കേട്ടാ. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് എൻ്റെ കഞ്ഞോളം കൊണ്ടുണ്ടാക്കിയ അലുവ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.